ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ എപ്പിസോഡ് പറയാനുള്ള കാരണം ഒരു സാഡ് ന്യൂസ് ഉണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ വേൾഡ് എൻ്റെ കയ്യിൽ നിന്നും ഡിലീറ്റ് ആയിപ്പോയി. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മൾ തളർത്താനാവില്ല. നമ്മൾ പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അതിൽ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ കൂടുതൽ ലാഗടിപ്പിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മളെ വേൾഡിൽ ആദ്യത്തെ വുഡ് കളക്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ബാക്കി പണികളൊക്കെ നോക്കാം. ഈ വുഡൊന്ന് കളക്ട് ചെയ്യട്ടെ. ഈ വുഡ് നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മളെ സുതിയണ്ണ ചെയ്യണ പോലെ തന്നെ നമുക്ക് ഈ വുഡ് ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്ത് ഒരു ഡേർട്ട് എടുത്ത് ഇതിൻ്റെ മുകളിൽ അങ്ങ് പ്ലേസ് ചെയ്യാം. ചുമ്മാ ഗൈസ്, വെറുതെ സുതിയണ്ണ ചെയ്യണ പോലെ അങ്ങ് ചെയ്ത് നോക്കിയാൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബാക്കിയുള്ള വുഡ്സൊക്കെ ഒന്ന് കളക്ട് ചെയ്തെടുക്കാം. നമ്മുടെ മറ്റേ വേൾഡ് ഇപ്പോൾ സങ്കടമൊന്നുമില്ല, കാരണം നമ്മളതിൽ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒരു ബേസ് ഉണ്ടാക്കി, വേറെ കാര്യമായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമുക്ക് പെട്ടെന്ന് വുഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കാം. പ്ലാങ്ക് എടുത്ത് ഒരു ക്രാഫ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തു. കുറച്ചും കൂടി പ്ലാങ്ക് എടുത്ത് സ്റ്റിക്ക് എടുത്ത് ഇനി ബേക്കടിച്ച് ക്രാഫ്റ്റ് ടേബിൾ ഇവിടെ പ്ലേസ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു പിക്കാക്സ് എടുക്കാം. ഇനി ഞാൻ ഇവിടെ കുറച്ച് കോള് ഫൈൻഡ് ചെയ്തായിരുന്നു. ഈ ഭാഗത്തായിട്ട് കുറച്ച് കോള് കണ്ടായിരുന്നു. നമുക്ക് വേഗം ആ കോളൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. കാരണം നമുക്ക് ടോർച്ചൊക്കെ അത്യാവശ്യമായിട്ടുള്ള ടോർച്ച് ഉണ്ടാക്കാനും ഫുഡ് കുക്ക് ചെയ്യാനൊക്കെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് കോള്. ഇതൊക്കെ ഫൈൻഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ വേൾഡ് എടുക്കാൻ കുറേ കഷ്ടപ്പെട്ടു. കാരണം കുറേ വേൾഡുകൾ ക്രിയേറ്റ് ചെയ്ത് ലാസ്റ്റ് കിട്ടിയ വേൾഡാണ് ഇത്. ഇതാകുമ്പോൾ ഒടുക്കത്തെ ലക്ക്. നമുക്കിനി ബെഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, കാരണം തൊട്ടടുത്ത് തന്നെ നമ്മുടെ വില്ലേജും ഉണ്ട്. എന്താ പറയുക, ഞാൻ കാണിച്ചു തരാം. ഈ കോളും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം എടുക്കട്ടെ. തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ഈ മലമുകളിലായിട്ടാണ് സ്പോണായത്. വെറുതെ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് പോയി നോക്കിയതും നമ്മുടെ വില്ലേജ് കണ്ടു. ഇനി കോളും കൂടി, കുറച്ച് കോള് കഴിയണില്ല കേട്ടോ. ഇനിയും കോൾ ഇഷ്ടം പോലെ ഉണ്ട്. കോളൊക്കെ കഴിഞ്ഞു. നമുക്ക് കുറച്ച് സ്റ്റോണും വേണം. സ്റ്റോൺ എടുത്തിട്ട് കുറച്ച് സ്റ്റോൺ പിക്കാക്സും ആക്സും ഒരു സോഡും ഉണ്ടാക്കി കൈ പിടിക്കുക, കാരണം അതൊക്കെ ആവശ്യം വരും. അതേപോലെ നമുക്കിനി വില്ലേജിലോട്ടൊക്കെ ഒന്ന് പോകണം. നമ്മളിപ്രാവശ്യം പെട്ടെന്ന് ബേസ് ഉണ്ടാക്കണില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുറച്ച് റിസോഴ്സസിൽ ബേസ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു മടിയാക്കാരം. നമ്മുടെ ബേസ് കാണാനൊരു രസം ഉണ്ടാവില്ല, അതേപോലെ തന്നെ ഒരു രസം ഉണ്ടാവില്ല മൊത്തം പറഞ്ഞാൽ. മറ്റേതാകുമ്പോൾ നമുക്ക് കൂടുതൽ റിസോഴ്സസും ഉണ്ടാവും. കൂടുതൽ റിസോഴ്സസൊക്കെ ആയിട്ട് ആക്കും പോലെ ഒരു ബേസ് ഉണ്ടാക്കുമ്പോൾ ബേസ് കാണാനും അടിപൊളിയാക്കാരം, നമുക്ക് ചെയ്യാനും അടിപൊളിയാക്കാരം. പിന്നെ ഗൈസ്, എൻ്റെ സംസാരം കുറച്ച് ബോറാണെന്ന് എനിക്കറിയാം. പക്ഷേ ഫസ്റ്റ് ടൈം അല്ലേ, നമുക്ക് വരും വീഡിയോസിലൊക്കെ നമുക്കൊക്കെ റെഡിയാക്കാം. അതുകൊണ്ട് ആ കാണാനാണ് നമ്മുടെ വില്ലേജ്. അവിടേക്ക് ആയിട്ടാണ് ഞാൻ സ്പോണായത്. ഒരു മിനിറ്റ്, അയണില്ല കാണുന്നത്. വേഗം നമുക്ക് ആ അയണൊന്നും എടുക്കാം. ഞാൻ അതപ്പോഴും ശ്രദ്ധിക്കണം അയണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെറുതേന് എന്താ ഞാൻ സ്പോണായ ഭാഗം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞതാ. അപ്പോൾ കണ്ടതാ അയ്യാണ്. ഒരു സ്റ്റോൺ പിക്കാക്സ് ഇരിക്കട്ടെ. ഷവല് വേണ്ടി വരും. ഒരാക്സും ഇപ്പം എത്ര മതി, ഇപ്പം എത്ര കാര്യങ്ങൾ മതി. നമുക്ക് വേഗം പോയിട്ട് വേഗം പോയിട്ട് എവിടെ ഇപ്പം നമ്മൾ അയണ് കണ്ട് എവിടെ ഇവിടെ എവിടേക്കായിട്ടല്ലേ കണ്ട്. അതുകൊണ്ട് അവിടെ ഇപ്പം അങ്ങോട്ടെങ്ങനെ ഇപ്പോൾ കയറുക. ഇവിടേക്കൊന്ന് അതുകൊണ്ട് അവിടേക്ക് ആയിട്ട് അയണ് കണ്ടിട്ടാ. നമുക്ക് എന്തായാലും അയൺ എടുക്കണം.
ഇതാ ഇവിടെ ഒരു അയ്യാണ്. ഈ അയ്യണൊക്കെ കളക്ട് ചെയ്യുക പെട്ടെന്ന്. ഓ ഇതാ ഇവിടേക്ക് അയ്യുണ്ട് കേട്ടോ. ഇവിടെ ലെക്കന്നെ കേട്ടോ, നമുക്ക് പെട്ടെന്ന് അയ്യൺ കിട്ടി നമുക്ക്. ഓ എന്താ ലക്ക് എടാ, അയ്യൺ ഇഷ്ടം പോലെ ഉണ്ടല്ലോടാ. നമുക്ക് അതുപോലെ തന്നെ അയൺ ആർമറും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. ഈ അയണും കൂടി പൊട്ടിച്ചെടുത്താൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയുണ്ടോ? ഇത് ഈ കോപ്പർ അങ്ങ് എടുക്കാം. കോപ്പർ വേണം, കാരണം നമുക്ക് കോപ്പർ കൊണ്ട് നമ്മുടെ ആർമറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. കോപ്പറും എടുക്കാം. ഞാൻ ഇപ്പോൾ എന്താ വില്ലേജ് കാണിച്ചു തന്നിട്ട് ഞാനത് അപ്പുറത്തെ സ്പോണായി പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതേ അയ്യം കിടക്കണ്. നമ്മുടെ ഇതിലൊക്കെ ഫസ്റ്റ് കോൾ കിട്ടി, അയ്യൺ കിട്ടി, അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി നമ്മൾ വേറെ ഇവിടെ അയ്യൺ കണ്ടില്ലേ? എവിടെയായിരുന്നു ഇപ്പം അത്? മുകളില അത് തന്നെയാണോ? എന്തായാലും അടിക്കൊന്നുകൂടി ഇറങ്ങി നോക്കാം. അയ്യോ ജീവൻ പോയി. അയ്യോ നമ്മൾ ആയ തന്നെ എടുത്ത് നമുക്കെന്നാൽ പെട്ടെന്ന് നമ്മുടെ ക്രാഫ്റ്റ് ടേബിൾ എടുത്ത് ബാക്കി പണി നോക്കാം. ക്രാഫ്റ്റ് ടേബിൾ ഗൈസ്. അപ്പോൾ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ കുറച്ച് അയൺ, 11 അയണും 38 കോപ്പറും അതേപോലെ തന്നെ 11 കോളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ പരിപാടി? ഞാനല്ല ഇനി എന്താ പരിപാടി എന്ന് പറയണ്ടേ, ഞാൻ എന്താ പൊട്ടനാ? അപ്പം ഇനിയുള്ള പരിപാടി പറഞ്ഞാൽ നമ്മൾ നേരെ വില്ലേജിലോട്ട് പോകണു. അവിടുന്ന് പറ്റാവുന്ന മാക്സിമം സാധനങ്ങൾ നമ്മൾ അവിടുന്ന് ഊറ്റിയെടുക്കുക. അതാണ് ഇനിയുള്ള പരിപാടി. അപ്പം നമുക്ക് നേരെ നമ്മുടെ വില്ലേജിലോട്ടാണ് പോവുക. അപ്പോൾ കാണുന്നതാണ് നമ്മളെ വില്ലേജ്. നമുക്ക് വേഗം നമ്മുടെ വില്ലേജിലോട്ടൊക്കെ പോയി പറ്റാവുന്ന മാക്സിമം സാധനങ്ങൾ ഊറ്റിയെടുക്കുക. നമുക്ക് പിന്നെ ബെഡിൻ്റെ ആവശ്യം ഇനി വരാനില്ല, കാരണം വില്ലേജ് എടുത്തല്ലേ, നൈറ്റ് ആവാറായിട്ടോ. ഇതോ ഗൈസ്, നമ്മുടെ ഷെയ്ഡർ എങ്ങനെയുണ്ട്? പുതിയ ഷെയ്ഡറാണ്. മറ്റേ ഷെയ്ഡർ ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കി പുതിയതൊന്നും ഇട്ടതാണ്. നമുക്ക് ഈ വില്ലേജിൽ എന്തൊക്കെ സാധനമുണ്ട് ഒക്കെ പെട്ടെന്ന് ഊറ്റിയെടുക്കാം. അതേപോലെ ഇവിടെ ഒന്നുമില്ല. നീറ്റാവുണ്ട് കേട്ടോ, നമുക്ക് പെട്ടെന്ന് ഒന്ന് കിടക്കാം. ഈ വില്ലേജറൊന്ന് മേപ്പിക്കാം. ഇനി ഇവിടെ കിടക്കാം. വേഗം ഉറങ്ങിയിട്ട് നമുക്ക് പറ്റാവുന്ന മാക്സിമം സാധനങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് ഊറ്റിയെടുക്കാം. ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. ചെസ്റ്റിൽ ആദ്യം എന്തുണ്ടോക്കട്ടെ. ഫുള്ള് ബ്രെഡും പൊട്ടാറ്റ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതൊക്കെ ഒന്ന് ഉള്ള സാധനങ്ങൾ ഒരു ബണ്ടിലും കിടക്കുന്നുണ്ട്. ബണ്ടിലിതാ. അതേപോലെ ആപ്പിളൊക്കെ ഉള്ളതൊക്കെ എടുത്ത് വെക്കാം. നീ പൊട്ടാറ്റോ കൂടി എടുത്തിട്ട് നമുക്ക് ഈ ചെസ്റ്റ് പൊട്ടിച്ചെടുക്കാം. കാരണം ചെസ്റ്റ് എന്തായാലും നമുക്ക് ആവശ്യം വരുന്നല്ല, എന്തായാലും വേണം. ചെസ്റ്റ് നമുക്ക് എന്തായാലും വേണ്ടതാണ്. അപ്പം ഇനി ഈ ബണ്ടിൽ സാധനങ്ങളൊക്കെ ഒന്ന് ബണ്ടിലിട്ട് വെക്കാം. നീ ചെസ്റ്റ് ഇവിടെ നിന്ന് പൊട്ടിച്ചെടുക്കാം. എല്ലാ വില്ലേജിലും എന്ന് പറയണേ, എല്ലാ വീടുകളിലൊക്കെ കയറിയിട്ട് മാക്സിമം. ഇവിടെ വേറെ വീടൊന്നുമില്ലേ? ചെറിയ വില്ലേജാണ് കേട്ടോ, വലിയ വില്ലേജൊന്നുമല്ല. ഇത് ചെറിയൊരു വില്ലേജാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കാം. കിട്ടുന്ന സാധനങ്ങളൊക്കെ വേഗം എടുക്കാം. ഇവിടെ ഒന്നുമില്ല, ആകെ ഒരു ചെസ്റ്റ് ഉള്ളിട്ടുണ്ടായിരുന്നു. അയ്യോ അപ്പോൾ വേണമായിരുന്നേ. ഇവിടെ ഒന്നുമില്ല. നമുക്ക് മുകളിലോട്ടൊന്ന് കയറാം. ഇനി ഇവിടേക്കില്ലല്ലോ. ഇവിടേക്ക് വില്ലേജും കാര്യങ്ങളൊന്നും കാണാനില്ല. ആകെ ഈ 4 വീട് എത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് ആകെ കാണുന്ന വീട് തന്നെ ഉള്ളൂ.
ഹായ് വില്ലേജർ, എൻ്റെ പേര് ജെൻറിക്സ്. ഞാനതാ പുതിയ ആളാണ് ഈ വേൾഡത്തെ. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരോടൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാൻ പറഞ്ഞേ. ഒരു കുലുക്കമല്ല, ചുമ്മാ. നമുക്കിനി ഈ അയൺ ഗോളത്തിനെ കൊന്നിട്ട് കുറച്ച് അയൺ എടുക്കാം. നിൽക്കട്ടോ, ഫസ്റ്റ് ഒന്ന് പോയി ഒരു തല്ലട്ടെ. അതാ, അയ്യോ, അതാ വരുന്നു, പാഞ്ഞ് വരുന്നു. നമുക്ക് വേഗം വേണ്ടിയിട്ട് ഒരു 3 ബ്ലോക്ക് എവിടെ ഇനി ഈ ആക്സ് എടുത്ത് എന്തോ വരാത്ത. ഹേയ് വാടോ മേന. അടി കിട്ടുമോ? ഇതിവിടെ നിന്ന് നമുക്ക് കൊല്ലാനുള്ളൂ. വെറുതെ ബ്ലോക്ക് ഇട്ടു, അവൻ കയറി വരണമെന്നില്ല, നമുക്ക് വേഗം അടിച്ചു കൊല്ല. കിട്ടി അയൺ കിട്ടി. അപ്പോൾ നോക്കട്ടെ 5 അയൺ കിട്ടി. നമുക്കിനി വേറെ അയൺ സ്മെൽറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയി. നമുക്കെന്നാൽ ഫുഡില്ല കേട്ടോ. എവിടെ ബണ്ടിൽ കുറച്ച് പൊട്ടാറ്റോ കാര്യങ്ങളുണ്ടാവില്ല. ഇത് പിടിക്കുക. ഈ ബ്രെഡ് കുറച്ച് അപ്പോൾ നമുക്ക് നേരെ നമ്മളെ പ്ലേസിലോട്ട് തന്നെ പോവാം. ഇനിയിവിടെ വേറെ കാര്യങ്ങൾ നമുക്ക് ഇനി ഇങ്ങോട്ട് എന്തായാലും വരണം. കാരണം ഇനി ഇവിടുന്ന് കുറേ സാധനങ്ങൾ എടുക്കാണ്ട്, ഫുഡ് ഐറ്റംസും ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് വിട്ടിട്ട് നമ്മളെ ഇപ്പോൾ ബേസും കാര്യങ്ങളൊക്കെ ഇതാക്കണം. നമ്മളിപ്പോൾ തന്നെ ബേസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ അധികം നല്ല റിസോഴ്സസൊക്കെ ആവട്ടെ. ഇനി മൈനിങ്ങിന് പോകണം, ഒക്കെ ചെയ്യാണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും കാര്യങ്ങളെ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ വീറ്റ് ഫാം ഉണ്ടാക്കണം. അതേപോലെ തന്നെ കൗ ഫാമും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഫാമുകൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓണാക്കിയിട്ടേക്ക്, എന്നാളും ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങളിലോട്ടൊക്കെ എത്തുക. അപ്പോൾ എല്ലാവർക്കും ലവ് യു ഗൈസ്, ബൈ.